സമയത്ത് ചിന്തയ്ക്കായിട്ട് എൻ്റെ ഹൃദയത്തെ തോന്നിപ്പിച്ച എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നവരുമാണ് ഞാൻ ആ വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ട്, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ട്, നമുക്കറിയാം അസാധ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലേക്ക് ചിന്തയിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നടത്തി തരുവാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ മഹത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം കർത്താവ് ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം. അപ്പം ഒരു മനുഷ്യന് സർവ്വലോകവും നേടുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് അവിടെ വ്യക്തമാണ്. എന്നാൽ തൻ്റെ ആത്മാവിനെ രക്ഷിക്കാനുള്ള കഴിവ് ആരുടെ പക്കലില്ല, അവൻ്റെ പക്കലില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട കാര്യം, നമുക്ക് അസാധ്യമായ കാര്യമാണ് എന്ത്? രക്ഷ എന്നുള്ളത്. ആ രക്ഷയാണ് വാസ്തവത്തിൽ നമുക്ക് അവൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകി എന്നുള്ളത്. അത് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരുവന് ഇങ്ങനെ ചിന്തിക്കരുതെന്ന് റോമാലയത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ കയറി ആർ പുത്രനെ ഇറക്കുമെന്നും ഇനി പാതാളത്തിലേക്ക് ഇറങ്ങി ആർ പുത്രനെ കയറ്റുമെന്നും എന്ത് ചെയ്യരുത്, അവൻ്റെ ഹൃദയത്തിൽ പറയരുത്. കാരണം അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ആ അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കാനായിട്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. അസാധ്യമായ കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുക എന്ന മഹത്തായ സ്ഥിതിയാണ്. അഥവാ രക്ഷിക്കപ്പെട്ടു സമം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്കുള്ളതായിരിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് എന്താ? ഞാൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. എനിക്ക് അവകാശം ലഭിച്ചു, എനിക്ക് സ്വർഗത്തിൽ ഒരവകാശം ലഭിച്ചു എന്നുള്ളതായ ഉന്നതമായ ബോധ്യമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്നത്. താൻ മരണത്തിന് മുൻപാകെ നിൽക്കുമ്പോഴും തൻ്റെ ഹൃദയം പ്രത്യാശയോടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ മരിച്ചാലും ജീവിക്കും, എൻ്റെ അകത്ത് ഒരു ദൈവശക്തി ജീവിക്കുന്നു. ഞാൻ ശരീരസംബന്ധമായി പാപത്തിലേക്ക് വീണുപോയാലും അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചാലും എൻ്റെ ഉള്ളിൽ ആത്മാവ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ആത്മാവ് ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചതുപോലെ എന്നെയും മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുമെന്നുള്ളതായിരിക്കുന്ന ബോധ്യമാണ് അസാധ്യമായ കാര്യത്തെ എനിക്ക് സാധ്യമാക്കി തന്ന ദൈവത്തോടുള്ള വലിയ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. അപ്പം ആ അസാധ്യം എന്ന് പറയുന്ന വിഷയത്തെ സംസാരിക്കുന്ന ഒരു ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പം അവിടെ സദൂക്യരായ ആളുകൾ വന്ന് പറയുന്നത് പുനരുത്ഥാനം ഇല്ല എന്നുള്ളത്. ഈ നാളുകളിൽ എനിക്ക് തോന്നുന്നേ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പുനരുത്ഥാനം എന്താണ്, യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ഭാഗ്യം എന്താണെന്ന് പലപ്പോഴും അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കാത്ത നിലയിൽ ലോകം വ്യത്യസ്തമായ പഠനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ലോകത്തിന്റെ ജ്ഞാനം, ആ ഭോഷത്വമായ ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങളെയും വ്യത്യസ്തമായ ചിന്തകളിലേക്ക് അവർ പോകുന്നു. പലവിധമായ ചോദ്യം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ സദൂക്യരായ ആളുകൾ കർത്താവിനോട് ചോദിക്കുക, പുനരുത്ഥാനം എന്താ ചോദിക്കുന്ന? പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ ചിലർ അടുത്തു വന്നവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അവരൊരു ഉദാഹരണം എടുക്കുക. എന്താണ്? 7 സഹോദരന്മാരുള്ളൊരു ഭവനം, അതിൽ ആദ്യത്തെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചുപോയി. എന്നിട്ട് അത് 7 പേരും ആ സ്ത്രീയിൽ അല്ലെങ്കിൽ മരിച്ചവന് വേണ്ടി സന്തതിയെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആ സ്ത്രീയെ പരിഗ്രഹിച്ചു. എന്നാൽ നമ്മളവിടെ വായിക്കുന്ന മക്കളുണ്ടായില്ല, 7 പേരും മരിച്ചു, അവസാനം സ്ത്രീയും മരിച്ചു. ഇതാണ് അവർ ക്ലെയിം ചെയ്തത്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം അവസാനം എങ്ങനെയാണ്? പുനരുത്ഥാനത്തിൽ അവൾ ആർക്ക്? അവളെല്ലാവർക്കും ഭാര്യ ആയിരുന്നല്ലോ. പുനരുത്ഥാനത്തിൽ ആർക്കായിരിക്കും ഭാര്യ? അപ്പം കർത്താവിനെ കൊടുക്കാനായിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവരുടെ ആ സിദ്ധാന്തം അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ചിന്താഗതിയെ അവരങ്ങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചോദ്യം കർത്താവിന്റെ മുമ്പാകെ എത്തിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് വിവാഹം അല്ലെങ്കിൽ
പുനരുത്ഥാനത്തിൽ എന്തില്ല? വിവാഹമില്ല. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എന്തില്ല? വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിന് എടുക്കുന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ വാസ്തവത്തിൽ വിവാഹം? എന്തിനാ അവിടെ ഇവിടെ എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ഒരു അവകാശി ഇല്ല എന്നുള്ളതാണ് ഇവരുടെ വിഷയം, അല്ലെ? ഇവരുടെ വിഷയം എന്താ? ഒരു അവകാശി ഇല്ല. മരിച്ചവന് ഒരു അവകാശി ഇല്ല. അവൻ മരിച്ചു, അവന്റെ അവകാശത്തെ നിലനിർത്താനായിട്ട് ഇപ്പം ഒരവകാശി ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ വിവാഹം കഴിക്കുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ എന്റെ അവകാശം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. കാരണം വിവാഹം കഴിക്കുമ്പോൾ എനിക്കൊരു സന്തതി ജനിക്കും, അവൻ എന്റെ അവകാശത്തെ എന്ത് ചെയ്യും? ഭൂമിയിൽ നിലനിർത്തും. അതിനു വേണ്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അപ്പം അവിടെ വ്യക്തമാ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, മരിക്കുന്നവനല്ലേ വിവാഹം ആവശ്യമുള്ളൂ? അങ്ങനെയാണെങ്കിൽ മരിക്കാത്തവന് വിവാഹം ആവശ്യമുണ്ടോ? ഈ ഞാൻ പറഞ്ഞ ഭാഗം വെച്ചാട്ടോ ഞാൻ ചിന്തിക്കുന്നേ. നമ്മളൊന്ന് ചിന്തിച്ചേ. മരിക്കുന്നവന് വിവാഹം ആവശ്യമാണ്, കാരണം അവകാശി വേണം. ഞാൻ മരിച്ചാൽ പിന്നൊരു അവകാശി വേണം. ഇനി മരിക്കാത്തവനോ? അപ്പൊ നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വിവാഹത്തിന്റെ ആവശ്യം വരുന്നുണ്ടോ? കാരണം ഞാൻ മരിക്കുന്നില്ല, എന്റെ അവകാശം എന്റെ കൂടെ തന്നെ കാണും, നിത്യത മുഴുവൻ അവകാശം എന്റേതാ. അപ്പൊ എന്റെ ചോദ്യം, അവിടെ വിവാഹത്തിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ ഈ കൽപ്പന അഥവാ പാപം ചെയ്യുന്നതിന് മുൻപും വിവാഹം എന്ന വ്യവസ്ഥ കൊടുത്തില്ലേ? കൊടുത്തു, അല്ലെ? വിവാഹം എന്ന വ്യവസ്ഥ കൊടുത്തു. അവിടെ പാപമില്ല, പാപം സംഭവിച്ചിട്ടില്ല. എന്നാല് നമുക്ക് ആ ഭാഗത്തോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അബ്രഹാം പറയുന്നുണ്ട്, എനിക്കൊരു അവകാശി ഇല്ല എന്നുള്ള വിഷയത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സംസാരിക്കുന്നുണ്ട്. അബ്രഹാം പറയുന്നത് എന്താ? ഒന്ന് വായിക്കാം. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമേശക്കാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് മറുപടി പറയുന്നത്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. എന്നിട്ട് പിന്നെ അവനെ പുറത്തു കൊണ്ടു ചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അടുത്തത്, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പം നമ്മളവിടെ നോക്കണം, അവകാശിയെ ആവശ്യപ്പെടുക. എനിക്ക് അവകാശിയില്ല, എനിക്ക് മക്കളില്ല, എൻ്റെ അവകാശത്തെ നിലനിർത്താൻ, എനിക്കുള്ളതിനെ നിലനിർത്താനായിട്ട് എനിക്ക് ആരില്ല, അവകാശിയില്ല. ഏകദേശം താൻ പ്രായമായിക്കൊണ്ടിരിക്കുക, തൻ്റെ ഭാര്യ മച്ചിയാണ്, തനിക്കൊരു മക്കളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ അവകാശം നിലനിർത്താനായിട്ട് ആരും ഇല്ല. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഈ ദമേശക്കാരനായ എലിയാസറാണ് ആര്? എൻ്റെ അവകാശിയാവും. അപ്പൊ എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്ന് എഴുതി. അവന് സ്വന്തമായിട്ട് ഭൂമിയിൽ ഒരല്പം സ്ഥലം പോലും ഇല്ല. മരിക്കാൻ നേരത്താണ്, സാറ മരിച്ചപ്പോഴാണ് എന്ത് മേടിക്കുന്നത്? അല്പം സ്ഥലം വാങ്ങിക്കുന്നത്. അതെന്തിനു വേണ്ടിയാന്ന് നമ്മൾക്കറിയാം, അടക്കാനാ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ തനിക്ക് എന്തില്ല? ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ താൻ അവകാശി ആവശ്യപ്പെട്ടത് എന്തിനാ? ഭൂമിയിൽ തനിക്ക് ഒന്നുമില്ല, കറക്റ്റ് അല്ലേ? താൻ നോക്കി പാർത്ത പട്ടണത്തെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്, നിലനിൽക്കുന്ന ഒരു നഗരം ഞാൻ നോക്കി പാർത്തു. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ തനിക്ക് അവകാശം ഇല്ലാതിരിക്കെ, ഭൂമിയിൽ അവകാശം ഇല്ലാതിരിക്കെ താൻ എന്തിന് അവകാശി ആവശ്യപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടുത്തെ അവകാശം? അബ്രഹാം ആവശ്യപ്പെട്ട അവകാശം എവിടേക്കുള്ള അവകാശമാണ്? സ്വർഗത്തിലേക്കുള്ള അവകാശമല്ലേ ശരിക്കും ആവശ്യപ്പെട്ടത്? കാരണം ഭൂമിയിൽ തനിക്ക് സ്ഥലമില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, താൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ വാഗ്ദത്തം? എനിക്ക് നിലനിൽക്കുന്ന നഗരത്തിൽ അവകാശം നേടിത്തരുന്ന ഒരു സന്തതി വേണം എന്നാണ് ആരാവശ്യപ്പെട്ടത്? അബ്രഹാം ആവശ്യപ്പെട്ടത്.
അതാണ് വാസ്തവത്തിൽ നീതിയായിട്ട് ആര് കണക്കിട്ടത്. അതുകൊണ്ടാണ് സ്വന്തം മകൻ ഇസഹാക്കിനെ, നമുക്കറിയാം, താൻ മോരിയാമലയിലേക്ക് പോകുമ്പോ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, യാഗത്തിലുള്ള വസ്തു എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇസഹാക്കിനോട് അബ്രഹാം പറയുന്ന മറുപടി ഇതാണ്, യഹോവ കരുതിക്കൊള്ളും മകനെ. എന്നാൽ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മടിയും കൂടാതെ ഈ മനുഷ്യൻ തന്റെ മകന്റെ മേൽ എന്ത് കാണിച്ചു? വാളോങ്ങി. എന്നിട്ട് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നേ. ഒന്ന് വായിച്ചത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം വിശ്വാസ വീരന്മാരുടെ പട്ടിക എക്സ്പ്ലെയിൻ ചെയ്ത് 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ. അതിന്റെ 17-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. എന്റെ ചോദ്യം, ഇവനാണ് ആകപ്പാടെ ജനിച്ചൊരു അവകാശി. ആ അവകാശി എന്തോ അർപ്പിച്ചു? യാഗം അർപ്പിച്ചു. എന്നിട്ട് ആ യാഗം അർപ്പിക്കാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. താഴെ പറഞ്ഞേ, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ താൻ ആവശ്യപ്പെട്ട അവകാശം എന്താ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്ന ഒരു പുത്രൻ വേണം. മരണത്തെ ഭയപ്പെടാത്ത ഒരു പുത്രൻ വേണം. ഉന്നതത്തിൽ അവകാശം നേടിത്തരുന്ന ഒരു പുത്രൻ എനിക്ക് വേണം. വാസ്തവത്തിൽ ഇത് ആരായിരുന്നു? അങ്ങനെയാണെങ്കിൽ ആ സന്തതി കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തുവിനെ ആണ് അബ്രഹാം നോക്കിക്കണ്ടത്. ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ടു. യേശുക്രിസ്തുവിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ അബ്രഹാം, ഞാൻ പറയാ, അല്ലെങ്കിൽ വാളോങ്ങുമോ ആകപ്പാടെ ഒരാളെ ഉള്ളൂ അല്ലേ? ആ ഒരാളെ കൊന്നാൽ ഭൗമികമാണ് തന്റെ ചിന്ത എന്നുണ്ടെങ്കിൽ തന്റെ അവകാശി അവിടെ കൊണ്ട് എന്ത് ചെയ്യുക? തീരുക. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഒരുവനെ വേണം. അവന്റെ പ്രത്യേകത എന്താ? അവൻ പിന്നെ ഒരു നാളും മരിക്കയില്ല. അപ്പൊ നമ്മുടെ അതിക്രമങ്ങളെ ചുമന്നുകൊണ്ട് ഭയപ്പെടാതെ, ഭീഷണി ഭയപ്പെടാത്ത ഒരു പുത്രൻ എവിടേക്ക് ഇറങ്ങി വരണം? ലോകത്തിലേക്ക് വരണം. അതാണ് റോമാലേഖനകാരൻ, അതാണ് ഞാനിവിടെ പറഞ്ഞ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരോട് കർത്താവ് പറയാണ്, വിവാഹം അങ്ങനെയാണെങ്കിൽ വിവാഹം എന്തിനായിരുന്നു? ഭൗമിക അവകാശത്തെ പിന്നീട് നമ്മൾ ഇങ്ങനെ കൂടെ ഓർത്തു, ഏതെങ്കിലും എന്തുണ്ടായിരുന്നു? ഇങ്ങനെ ജീവിക്കുക, അഥവാ മരിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിന്റെ ആവശ്യമില്ല? അവകാശിയുടെ ആവശ്യം ഇല്ല. മരിക്കുന്നവനാണ് ആരെ ആവശ്യമായി വരുന്നത്? തന്റെ അവകാശം നിലനിർത്താൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് വേണമല്ലോ പോകാൻ. ഞാൻ പോകുമ്പോൾ എന്റെ വീട് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ എനിക്കൊരു അവകാശി ആവശ്യമാണ്. എന്നാൽ ഏതെങ്കിലും വിവാഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഏതെങ്കിലും വിവാഹം ദൈവം വെച്ചത്? പാപം ചെയ്യുന്നതിന് മുമ്പേ വിവാഹം എന്ന കൽപ്പന കൊടുത്തിരുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? പെരുകണം. അത് പാപം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് കൊടുത്ത കൽപ്പനയാണ്. അങ്ങനെയാണെങ്കിൽ പാപം ഇല്ലാതിരിക്കുമ്പോഴും കർത്താവ് എന്ത് കൊടുത്തു? വിവാഹം എന്ന കൽപ്പന കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചേ. ദൂതന്മാരെ എല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോ ഇത്ര പേരെന്ന് പറഞ്ഞാ സൃഷ്ടിച്ച, ഇത്ര പേരാ ദൂതന്മാർ. അവരിൽ നിന്ന് ഇനി എന്ത് ചെയ്യാനില്ല, പെരുകാനായിട്ടൊന്നും. പക്ഷേ ആദാം എന്ന ഏക മനുഷ്യനിലാണ് സകല മാനവരാശിയെയും ദൈവം എന്താക്കി വെച്ചത്? നിക്ഷിപ്തമാക്കി അകത്ത് വെച്ചത്. അതാണ് കടിപ്രദേശം. അരക്കെട്ടിനകത്ത് എന്ത് ചെയ്തു? ദൈവം സകല മാനവരാശിയെയും സൂക്ഷിച്ചു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായൊരു തുണയെ വേണമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എക്സ്പ്ലനേഷൻ എന്താ ചിന്തിക്കുന്നത്? ഒരു ഭാര്യയെ കിട്ടിയ പുരുഷന്റെ ഏകത്വം തീർന്നു. അതല്ല, ഏകനിൽ നിന്ന് നമ്മള് റോമാലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരുവനിൽ നിന്ന് എന്ത് ചെയ്തു? മാനവരാശിയെ മുഴുവൻ ഉളവാക്കി. അങ്ങനെയാണെങ്കിൽ വിവാഹം എന്തിനാവശ്യമായി വരുന്നേ? ഈ അരക്കെട്ടിലുള്ളതായിരിക്കുന്ന വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് എന്താവശ്യമായി വരുന്നത്? വിവാഹം ആവശ്യമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമി മുഴുവൻ സന്താനപുഷ്ടി, സന്തതി നിറയുക എന്ന ലക്ഷ്യത്തിനാണ് പുരുഷൻ ഏകനായിട്ടിരിക്കരുത്. പുരുഷൻ ആര് വേണം? സന്താനം വേണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഭാര്യയെ ആർക്ക് കൊടുത്തത്? പുരുഷന് കൊടുക്കുവാനായിട്ട്
ഇടയായിട്ട് തീർന്നു. അപ്പൊ അവനൊരു അവകാശി ജനിക്കണം. അവകാശി എന്ന വിധത്തിലേക്ക് വരുമ്പോ മരണം വന്നപ്പോഴാണെങ്കിലും അവൻ ഭൂമിയിൽ നിറയുക എന്ന ലക്ഷ്യത്തിനായിട്ട് ദൈവം എന്ത് കൊടുത്തു? വിവാഹം എന്ന കൽപ്പന അവർക്ക് കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോ നമുക്ക് വിവാഹത്തിന്റെ ആവശ്യം വരുന്നുണ്ടോ? നാം എല്ലാവരും പിന്നെയും എന്ന് പറഞ്ഞാൽ ഈ ആദമിലുള്ളതായിരിക്കുന്ന ആളുകളെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞ പിന്നെ വിവാഹത്തിന്റെ ആവശ്യം എന്താ? മൊത്തം ആളും കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ വിഷയമില്ല. അപ്പം ആ മൊത്തം ആളുകളും പുറത്തു വന്നു കഴിയുന്നതോടുകൂടെ അതാണ് ജാതികളുടെ സംഖ്യ തികയുവോളം, അതിനൊരു തികവിനൊരു ഒരു ഒരു സംഖ്യ ദൈവം വെച്ചിരിക്കുക. ആ കാലഘട്ടത്തോളം രക്ഷയുടെ കാലതാമസം ദൈർഘ്യം കർത്താവ് നീട്ടിപ്പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, മരിച്ചവന് ഒരവകാശിയെ വേണമെന്ന നിലയിൽ വിവാഹം അവിടെ പറയുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ നമുക്ക് അവകാശം കിട്ടിക്കഴിയുമ്പോ പിന്നെ എന്തിന്റെ ആവശ്യം വരുന്നില്ല? വിവാഹത്തിന്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മൾ അബ്രഹാമിന്റെ കാര്യം ഓർത്തു. അബ്രഹാം ഏത് നിലയിലുള്ള ഒരവകാശിയാണ് ആവശ്യപ്പെട്ടെന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്താണ്? അബ്രഹാമിന് നിലനിൽക്കുന്ന ഒരു നഗരം ആണ് അബ്രഹാം കൊതിച്ചത്. ആ ദേശത്താണ് തനിക്ക് എന്ത്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ 11-ാം അധ്യായത്തിന്റെ 13-ലൊക്കെ നമ്മൾ എന്താ വായിക്കുന്നേ? ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്തായിരുന്നു ആ വിശ്വാസം? ദൂരത്തുനിന്ന് എന്താ നോക്കിക്കണ്ടേ? ഭൂമിയിലുള്ള ഏതെങ്കിലും സ്ഥലമാണോ നോക്കിക്കണ്ടേ? ഭൂമിയിലുള്ള എന്തെങ്കിലും അവകാശമാണോ നോക്കിക്കണ്ടേ? അവരെല്ലാവരും എവിടാ നോക്കിക്കണ്ടേ? അവരെല്ലാം സ്വർഗത്തിലെ അവകാശമാണ് നോക്കി. ആ അവകാശം ആരാ നമുക്ക് നേടിത്തന്നെ പറഞ്ഞേ? കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നമുക്ക് നേടിത്തന്നെ. നമ്മൾ വിശ്വാസികളായിട്ട് ലോകത്തിൽ മരിക്കേണ്ടവരല്ല. നമുക്ക് അസാധ്യമായ ഒരു കാര്യത്തെ ദൈവം സാധ്യമാക്കി തന്നു. ഏതായിരുന്നു ആ കാര്യം? നമുക്ക് അസാധ്യം, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന് പറയുന്നത്, പുനരുത്ഥാന പുത്രന്മാരാകുക എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായ ഒരു കാര്യമാണ്. ആ അസാധ്യമായ കാര്യത്തെയാണ് ആരിലൂടെ നമുക്ക് നേടിത്തന്നത്? നമ്മുടെ കർത്താവിലൂടെ നമുക്ക് നേടിത്തന്നത്. ആ മഹത്വം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനത്തിലേക്ക് ഒന്ന് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ അത് ഞായറാഴ്ച ഓർത്തതാണ് അല്പമായിട്ടാണെങ്കിലും. എന്നാൽ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ലെ അബ്രഹാമിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നേ. 4-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനമില്ല. അടുത്തത്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികൾ ആകുന്നത്. വിശ്വാസത്താൽ അത്ര അവകാശികൾ ആകുന്നത്. അടുത്തത്, വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്താണെന്നാണ് പറയുക? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഒരു പുത്രൻ. ആ പുത്രൻ മരിക്കും, പിന്നെ എന്ത് ചെയ്യും? ഉയർക്കും. എന്നിട്ട് താഴേക്ക് വായിച്ചേ. എന്നിട്ട് എന്താ വായിക്കുന്നേ? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. വാസ്തവത്തിൽ അബ്രഹാം ബഹുജാതിക്ക് എപ്പോഴാ പിതാവായേ? കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് താൻ ആർക്ക്? ബഹുജാതികൾക്ക് പിതാവായി മാറുന്നത്. എല്ലാവരും വിശ്വാസം എന്ന ഏക വ്യവസ്ഥയിലൂടെ സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയാണ്. ഞാൻ വിശ്വസിച്ചു, ഞാൻ സ്വർഗീയ അവകാശമായി. അതാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് രക്ഷിതാവായ ക്രിസ്തു വരും. ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ എന്താക്കും? അനുരൂപമാക്കും. ഇതെന്റെ പ്രത്യാശയാ, ഇതെന്റെ ധൈര്യമാ. ഇതാണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ആശ്വാസമാക്കായി മരണത്തോട് അടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: എൻ്റെ രക്ഷകൻ വരും, ഞാൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ഉറപ്പിതാണ്. എനിക്ക് അവകാശം നേടിത്തന്ന ഒരു അവകാശമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ ധൈര്യം ഉണ്ടോ?
നമ്മൾ മരണത്തോട് അടുക്കുമ്പോൾ, നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ധൈര്യം വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ അകത്ത് ഒരു അത്യന്ത ശക്തിയെ ആക്കി വെച്ചിട്ടുണ്ട്. അത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞേ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ എങ്ങനെയാണോ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചതോ അതുപോലെ എന്നെയും ഉയർപ്പിക്കും. ഇതെന്റെ വിശ്വാസമാ, ഇതെന്റെ ധൈര്യമാ, ഇതെന്റെ ശക്തിയാ, ഇതെന്റെ ബലമാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ ധൈര്യം നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ പരീക്ഷയോട് ബന്ധപ്പെട്ട് നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഏത് അവകാശത്തെയാ സ്ഥാപിക്കാനായിട്ട് ഈ ഭൂമിയിലായിരിക്കുന്നത്? നമുക്ക് എത്ര അവകാശം നേടിയിട്ടും കൊതി തീരാത്ത എത്ര അനുഭവങ്ങൾ അല്ലേ? എവിടെ? ഭൂമിയിൽ പിന്നെയും പിന്നെയും നമ്മൾ എന്ത് മേടിച്ചു കൂട്ടുക അല്ലേ? നോക്കിയേ, അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവാണെന്ന് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കും. അബ്രഹാമിന് എത്ര സ്ഥലം ഉണ്ടായിരുന്നു? നമ്മുടെ പിതാവാണല്ലോ അല്ലേ? അപ്പന് ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. പക്ഷെ നമുക്കോ ആവശ്യം പോലെ സ്ഥലമല്ലേ? എവിടെ? എന്നാൽ നിലനിൽക്കുന്ന ഒരു ഭൂമി, നിലനിൽക്കുന്ന ഒരു ദേശം നമുക്കായിട്ട് ദൈവം ഒരുക്കി. അവിടെ മനോഹര ദേശത്ത് നമ്മുടെ അളവ് നൂറ്റി വീണിട്ടുണ്ടോ? അവിടെ നമുക്ക് വീതം തിരിക്കപ്പെട്ടിട്ടുണ്ടോ? അവിടെ എനിക്ക് കർത്താവിനോട് കൂടെ പാർക്കാമോ? നമ്മുടെ പ്രത്യാശയെ നമ്മൾ പുതുക്കണം. നമ്മുടെ ഉള്ളിൽ ഈ ശക്തി ഉണ്ടോ? നമ്മളെ നാം ഉയർത്തുമെന്ന വ്യക്തമായ ധൈര്യം നമുക്കുണ്ടോ? അങ്ങനെ ധൈര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നത്, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും രക്ഷിച്ചു. അപ്പം ജീവപര്യന്തം നമുക്ക് എന്തേ ഉള്ളൂ? എപ്പോഴും ഏത് പേടിയേ ഉള്ളൂ? മരണപ്പേടിയേ ഉള്ളൂ, മരണഭീതിയേ ഉള്ളൂ. എപ്പോഴും നമുക്ക് അത് തന്നെയാ പ്രശ്നം. ഇറങ്ങുന്നിടത്തെല്ലാം ഷുഗർ കൂടിയ പ്രശ്നം, ഷുഗർ കൂടരുത്. അപ്പൊ തിന്നുന്ന കാര്യത്തിൽ എന്ത് ചെയ്യും? പേടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മള് നിർത്തിക്കോ, തീറ്റ നിർത്തിക്കോ, അല്ലെങ്കിൽ ഇത് പറയും, അല്ലെങ്കിൽ എന്നാ പറയാ, അങ്ങോട്ട് പോലെ ആ ചാടിയാ പോവും. അപ്പൊ നമ്മുടെ ഫുൾ ടൈം നമുക്ക് എന്താ സത്യത്തിൽ അല്ലേ? സത്യത്തിൽ ഫുൾ ടൈം നമുക്ക് പേടിയാ. ഏത് കാര്യത്തിലായാലും നമുക്ക് എപ്പോഴും പേടിയാ. പക്ഷേ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലാണെന്നുള്ള വ്യക്തതയുള്ള ഉറപ്പ് നമ്മളെ ഭരിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതൊന്നും നമുക്ക് പിന്നെ എന്തല്ല, പേടിയാണ്. കർത്താവ് പറയുന്നുണ്ട്, ക്ഷമ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ നേടുമെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, എന്താ ക്ഷമ? അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയുന്ന ക്ഷമ എന്താ? സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ, ഒരാളെന്നെ അടിച്ചു, ഞാൻ ക്ഷമിച്ചു, പിന്നെ അടിച്ചു, ഞാൻ ക്ഷമിച്ചു. ലാസ്റ്റ് എവിടം വരെ ക്ഷമിക്കും നമ്മൾ? പറഞ്ഞേ. അടി കൊണ്ട് എവിടം വരെ ക്ഷമിക്കും? പറഞ്ഞേ. ജീവൻ പോകുന്നിടം വരെ ക്ഷമിക്കും. അപ്പൊ ഞാൻ ജീവനെ നേടി. ഏതാ നേടിയത്? എന്റെ ജീവനെ കളഞ്ഞു, ഞാൻ മറ്റേ ജീവനെ നേടി. ഇതാ ക്ഷമ കൊണ്ട് പ്രാണനെ നേടുമെന്ന് പറഞ്ഞ. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വെച്ച വ്യവസ്ഥയുടെ മുമ്പില് നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കർത്താവ് വെച്ച വ്യവസ്ഥയുടെ മുമ്പിൽ മിണ്ടാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. വിശ്വാസമുള്ളൊരു ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്താ വിശ്വാസം? ഞാൻ മരിച്ചാലും ജീവിക്കും. ഞാൻ മരിച്ചാലും ജീവിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ സഹായിപ്പാൻ കഴിയാത്തൊക്കെ മനുഷ്യപുത്രന്മാരുടെ പുറകെ പോയി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമുണ്ട്? ഇല്ല. പക്ഷെ നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട്, നമുക്ക് പലവിധമായ ക്ലേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പേടി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വെളിപ്പെട്ടുകൊണ്ടേ. പക്ഷെ ഞാൻ ചോദിക്കുന്നേ, അനവധി പരാജയം ഉണ്ടാകുമ്പോഴാണെങ്കിലും പത്രോസ് ചോദിച്ചു, 7 വട്ടമൊക്കെ പോരെ? ക്ഷമിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ചോദിച്ചു, 7 വട്ടമൊക്കെ പോരെ? കാരണം അടി ഇങ്ങനെ കൊണ്ടു കഴിയുമ്പോഴേ, 1 ഒരടി, 2 2 3 7 വട്ടം അടി കൊണ്ടാ പോലെ, പിന്നെ തിരിച്ചടിച്ചോട്ടെ എന്നാ പത്രോസ് ചോദിച്ചേ. മതിയില്ലേ? അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? 7 വട്ടം. ഇഞ്ചിഞ്ചായിട്ട് തീരുമ്പോഴും സഹോദരനോട് ക്ഷമിക്കാനുള്ളൊരു മെന്റാലിറ്റി വെളിപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവ് പറഞ്ഞതാട്ടോ, ഞാൻ പറഞ്ഞത്. ഇഞ്ചിഞ്ചായിട്ട് തീരുമ്പോഴും ആരോട് ക്ഷമിക്കാൻ തക്കൊണ്ട് വിളിക്കപ്പെട്ടവരാ? സഹോദരനോട് ക്ഷമിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി ആയോ? ഇല്ല.
ഈ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? മരിച്ചാലും മരിച്ചാൽ ജീവിക്കുമെങ്കിൽ പിന്നെ മരിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയാണ് ഞാൻ സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നത്. എന്താ കാരണം? അങ്ങനെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താണ് ക്ഷമിക്കുന്നതിൻ്റെ പിന്നിൽ? എടാ, ഞാൻ മരിച്ചാൽ ജീവിക്കും, മറ്റോലത് അറിയത്തില്ല. ആർക്ക്? വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചാൽ ദുഷ്ടന്റെ മരണത്തിന് ആർക്ക് പ്രസാദമില്ല? ദൈവത്തിന് പ്രസാദമില്ല. പക്ഷെ എൻ്റെ മരണം എന്തിനായിട്ടുള്ള മരണമാണ്? ജീവിക്കാനുള്ള മരണമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ മരിക്കാൻ? അവൻ മരിക്കാൻ പാടില്ല. അവൻ മരിച്ചാൽ എവിടോട്ട് പോകും? നരകത്തിലേക്ക് പോകും. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മരിച്ചാൽ നിത്യ ന്യായവിധിയാണ്. എന്നാൽ എനിക്കോ, എൻ്റെ ഉറപ്പെന്താ? മരിച്ചാൽ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് നേടാൻ പറ്റിയ ഒരൊറ്റ മേഖല ഏതുകൊണ്ടേ ഉള്ളൂ? എനിക്ക് നിക്ഷേപം നേടാൻ, സ്വർഗത്തിൽ അവകാശം നേടാൻ, എനിക്ക് അവകാശം നേടിത്തന്ന ആ വാസസ്ഥലത്ത് ധൈര്യത്തോടെ നിൽക്കാൻ എനിക്ക് കിട്ടുന്ന ഒരു ഒറ്റ അവസരം എന്ന് പറയുന്നത് ഏതാ? ഈ ശരീരം കൊണ്ട്, മരിച്ചാൽ ജീവിക്കുന്ന ഈ ശരീരം കൊണ്ട് എന്തോ ചെയ്യാം? ക്ഷമിച്ചു കൊടുക്കും. വാസ്തവത്തിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാകും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, തിരുവെഴുത്ത് പറയുന്ന സത്യങ്ങളോട് നമ്മൾ എന്ത് കാണിച്ചേ പറ്റൂ? യോജിപ്പ് കാണിച്ചേ പറ്റൂ. കേൾക്കുമ്പോൾ ഇത് ചിലപ്പം എന്താണെന്ന് തോന്നിയേക്കാം, പക്ഷേ കർത്താവ് പറയുന്നത് തീർത്തും എന്ത് തന്നെയാണ്? അതങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. അതിന് വിരോധമായി ചെയ്താൽ നാം തീർച്ചയായിട്ടും എന്തനുഭവിക്കേണ്ടതായിട്ട് വരും? ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട്. അതിന് താഴോട്ട് നമ്മൾ വായിക്കാം. 18ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, നിന്റെ സന്തതി പൂർണ്ണമാകുമെന്ന് അറിയിച്ചിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മച്ചിയായ ഒരു ഭാര്യ, അബ്രഹാമിന് മക്കളില്ല. അങ്ങനെയുള്ള ഒരാളോട് ആശയ്ക്ക് വിരോധമായ കാര്യമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്യുന്ന? ആശയ്ക്ക് വിരോധമാണെങ്കിലും ആശയോടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്നിട്ടോ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയത് സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടു വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ. അപ്പൊ ഇതൊക്കെ നോക്കണം. എന്താണ് ഈ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ എന്നുള്ളത് താഴോട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് എന്ത് ചെയ്തു? പൂർണ്ണമായും ഉറച്ചു. ഓക്കെ. എന്നിട്ടോ അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ഏതുകൊണ്ട്? പൂർണ്ണമായി ഉറച്ചു. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതവന് നീതിയായി കണക്കിട്ടു. എന്നിട്ട് താഴേക്ക് വായിച്ചേ, എന്താണെന്നുള്ളത് ആ താഴേക്ക് വായിക്കുന്നത്. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടിയാ. എന്ന് വെച്ചാൽ നമുക്കും ആ നീതി എന്ത് ചെയ്യപ്പെടും? വിശ്വസിച്ചാൽ കണക്കിടപ്പെടും എന്ന മഹത്വമേറിയ സ്റ്റേറ്റ്മെന്റ് പൗലോസ് കൊണ്ടുവരിക. ഇനി താഴേക്ക് വായിച്ചേ, നമ്മെ വിചാരിച്ചും കൂടി ആകുന്നു. എന്നിട്ടാണ് അവിടെ വായിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും. നോക്കിയേ, അപ്പൊ ആരാണ് ഈ സന്തതി? ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന സന്തതി ഇസഹാക്കാണോ? മരണത്തെ പേടിക്കാത്ത, ഭീഷണിയെ പേടിക്കാത്ത. കാരണം അമ്മ ഭീഷണിയെ പേടിച്ചില്ല. യജമാനനെ എന്ന് വിളിച്ച് എന്ത് ചെയ്തു? വചനമനുസരിക്കാത്ത ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ച് ഭീഷണിക്ക് മുൻപാകെ ഭീഷണിയെ പേടിക്കാതെ, മരണഭീതിയെ പേടിക്കാതെ, മാനത്തിന്റെ ഭീതിയെ പേടിക്കാതെ, യാതൊന്നിനും പേടിക്കാതെ അവൾ എന്ത് ചെയ്തു? തന്നെത്താൻ തന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ആ അമ്മയ്ക്ക് എങ്ങനെയുള്ളൊരു മകനുണ്ടാകണം? പറഞ്ഞേ. മരണത്തെ പേടിക്കുന്ന മകനുണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. മരണത്തെ പേടിക്കാത്തൊരു മകനുണ്ടാകണം. ആ മകനാണ് ഏത് മകൻ? ഗെത്സമന തോട്ടത്തിൽ നമ്മൾ കാണുന്ന 3 പ്രാവശ്യം പിന്നെയും പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്താ പറഞ്ഞത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞു പിതാവിന് മുമ്പാകെ സമ്പൂർണമായി സമർപ്പിച്ച. ഞാൻ വിചാരിക്കുക, വാളോങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ, അപ്പൻ വാളോങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെത്താൻ കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ മനസ്സോടെ കാര്യമ്പാണികൾക്ക് കൈയേൽപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന ഒരു പുത്രനെ കുറിച്ച് അവിടെ വിളിച്ചു പറയുന്നത്. വാസ്തവത്തിൽ അല്ലേ ഇസഹാക്കിനെ കെട്ടിയ, നമ്മൾ ഇവിടെ വായിക്കുന്ന കെട്ടിയാണ് എവിടെ കിടത്തിയതായിട്ട് കാണുന്നത്? യാഗപീഠത്തിൽ കിടത്തിയതായിട്ട് കാണുന്നത്. ആദ്യം കഴുത്തറത്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? മാംസം കഷ്ണമാക്കി മാറ്റേണ്ടി വരുന്നത്. കാരണം ജീവനോട് ഒരു മനുഷ്യനും തന്റെ മാംസം കട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല?
സമ്മതിക്കില്ല. എന്നാൽ നമ്മുടെ കർത്താവിനെ നോക്കിക്കേ, ഒരു കെട്ടുപാടുകളും ഇല്ലാതെ തന്നെ താൻ ഏൽപ്പിക്കുവാനായിട്ട് ക്രൂശിലേക്ക് അവൻ എന്ത് ചെയ്യാണ്? നടന്നു നീങ്ങുക മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നടന്നു നീങ്ങി ആ പുത്രനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്കിയേ, അതാണ് ആ പുത്രൻ. ആർക്ക് ജനിച്ച പുത്രൻ? അബ്രഹാം നോക്കിപ്പാർത്ത പുത്രൻ. അബ്രഹാം നോക്കിപ്പാർത്തു, മരിച്ചവരുടെയും ഉയർപ്പിക്കുന്ന ഒരു അവകാശി എനിക്ക് വേണം. എന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റുന്ന ഒരവകാശി എനിക്ക് വേണം. ആ അവകാശിയിൽ വിശ്വസിക്കുന്നവൻ എന്ത് കണക്കിടപ്പെടണം? നീതി കണക്കിടപ്പെടണം. അവന് നിത്യതയിൽ ഉടനീളം ജീവിക്കണം. അവന് ദൈവത്തോടുകൂടെ വാസം ചെയ്യും. അതല്ലേ നോക്കിപ്പാർത്തത്? അതല്ലായിരുന്നോ വാഗ്ദത്ത നിവൃത്തി? അതാണ് അവിടെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർ നമ്മെ കൂടാതെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണ്ടേ, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 11-ാം അധ്യായം അതിന്റെ അവസാനത്തിലേക്ക് വരുന്ന എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പം നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലേ? 11-ന്റെ അവസാനം 39, വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. പക്ഷെ ആ വാഗ്ദത്ത നിവൃത്തി എപ്പോഴാണ് നടക്കുന്നത്? ഇന്നേക്ക് 2000 വർഷം മുൻപ് കാൽവരിയുടെ ക്രൂശിലാണ് ആ വാഗ്ദത്തത്തിന് നിവൃത്തി നടക്കുന്നത്. എന്താണ്? വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് എന്ത് ചെയ്തു? നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ആ പൂർണ്ണ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്, അല്ലേ? ഒന്നാലോചിച്ച്, നമുക്കുള്ള ഉറപ്പെന്താ? നമുക്ക് വേണ്ടി അതിക്രമ നിമിത്തം തകർക്കപ്പെട്ട ഒരു പുത്രൻ, 3-ാമത്തെ ദിവസം നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന ആ പുത്രനിലൂടെ ഞങ്ങളുടെ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അവരന്ന് യാഗം എന്ത് ചെയ്തിരുന്നു? കഴിച്ചു പോന്നിരുന്നു. അവരാ കഴിക്കുന്ന യാഗവും ആരെ നോക്കിക്കൊണ്ടായിരുന്നു? മുൻപിൽ വരുവാൻ പോകുന്ന പുത്രനെ നോക്കിക്കൊണ്ട് അവർ യാഗം കഴിച്ചു. എന്നാൽ എനിക്കും നിങ്ങൾക്കോ ഒരൊറ്റ യാഗം പോലും എന്ത് ചെയ്യണ്ട, ഇനി കഴിക്കണ്ട. ഏകയാഗത്താൽ എന്നേക്കുമുള്ള സൽഗുണപൂർത്തി നൽകി. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ വലിയ ഉറപ്പാണ്, ഞാൻ മരിച്ചാലും ജീവിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയാ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. ഏതാ കണക്കിട്ടത്? അവനിൽ വിശ്വസിച്ച നമുക്ക് എന്താ കണക്കിട്ടത്? നീതി കണക്കിട്ടു. അതുകൊണ്ടാണ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ആരോട്? ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സമാധാനം, നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പ് എന്തായിരിക്കണം? ഞാൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ മരിച്ചാൽ ജീവിക്കുമെന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ശക്തമായി അലതല്ലുമ്പോ നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടത് എന്താ? ഒരൊറ്റ ശരീരം മാത്രമേ എനിക്ക് ദൈവം നൽകിയിട്ടുള്ളൂ. അത് മരിച്ചാൽ ജീവിക്കുന്ന ഒന്നാണെങ്കിൽ അത് ആർക്കു വേണ്ടി കൊടുക്കാൻ നാമും റെഡിയാകണം. കർത്താവ് കൊടുത്തതുപോലെ സത്യത്തിൽ നാമും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ റെഡിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. വിചാരം കൂടുന്തോറും നമ്മുടെ ഓട്ടം തിരക്കും കൂടും. സത്യമല്ലേ? നമുക്കൊരു വയ്യായ്ക വന്ന അതിന്റെ പുറകെ ഓടും, നമുക്കൊരു ഇല്ലായ്മ വന്ന അതിന്റെ പുറകെ ഓടും. എന്നാൽ എല്ലാത്തിനും വേണ്ടി കരുതുന്ന ഒരു ദൈവം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദത്തമാണ് എന്റെ ശക്തി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന് തന്റെ പുത്രനെ തരുവാൻ മനസ്സാണെങ്കിൽ ആ പുത്രനോടുകൂടെ സകലവും തരാതിരിക്കുമോ? അവനെ തന്നവൻ നമ്മളെ കൈവിടുമോ? അവന്റെ അവകാശിയായ പുത്രനെ തന്ന് നമുക്ക് സ്വർഗത്തിൽ അവകാശം തന്ന പിതാവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതിയിരുന്ന തന്റെ പുത്രനെ നമുക്ക് അവകാശമായി തന്നെങ്കിൽ അവനിലൂടെ സകലവും തരാതിരിക്കുമോ? എന്നാൽ നമ്മൾ നമ്മുടെ വിചാരങ്ങൾ കൊണ്ട്, നമ്മുടെ തിരക്കിട്ട ലൈഫ് കൊണ്ട് നമുക്കൊരാളെ പോലും സഹായിക്കാൻ കഴിയാതെ നമ്മൾ നമ്മുടെ തിരക്കിലോടിക്കൊണ്ടിരിക്കുകയല്ലേ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നമ്മളോട് എന്തിനാ പറഞ്ഞേ? നിന്നെ മരിച്ചവരും ഉയർപ്പിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ വിചാരമില്ലാതെ ജീവിക്കുന്നതിലൂടെ നിനക്ക് വേണ്ടി കരുതുന്ന, ഞാൻ ഓർക്കുക, ഏദൻ തോട്ടത്തിൽ ഒരു കൽപ്പനയുടെ ബലത്തിൽ മാത്രമായിരുന്നു ആ പുരുഷൻ ആ ഭാര്യയായിട്ട് സ്ത്രീ ഭാര്യയായിട്ടിരുന്നത്, അല്ലേ? എന്താ? തിന്നാ മരിക്കും, തിന്നില്ലേ ജീവിക്കും. അപ്പൊ ഏതോ ഒരു ഞാനിന്മേൽ കിടക്കുക, തിന്നാ മരിക്കും, തിന്നില്ലേ എന്ത് ചെയ്യും? ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ പുരുഷന്റെ കീഴിൽ ആ ഭാര്യ സുരക്ഷിതയായിരുന്നില്ല. ഏത് പുരുഷന്റെ കീഴിൽ? ആദാം എന്ന ആദ്യത്തെ മനുഷ്യന്റെ കീഴിൽ ആ ഭാര്യ സുരക്ഷിതയായിരുന്നില്ല. എന്നാൽ ഗെത്സമനാ തോട്ടത്തിൽ നമുക്ക് പകരക്കാരനായി സ്വർഗത്തിൽ നിറഞ്ഞു
ഇറങ്ങി വന്ന ഒടുക്കത്തെ മനുഷ്യനായ ആദാമെന്ന യേശു ക്രിസ്തുവിന്റെ കീഴിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാം, അല്ലേ? ആണ്. അതുകൊണ്ടാണ് തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ തന്റെ ചോരയാൽ വീണ്ടെടുത്തിട്ട് പറഞ്ഞു, ഇനി തെറ്റിയാലും നമ്മളൊക്കെ എത്രയോ പാപത്തിൽ തെറ്റുമ്പോഴും അവൻ നമുക്ക് തരുന്ന ഉറപ്പെന്താ? നീ മരിച്ചാലും ജീവിക്കും. അതൊരൊറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാ അവൻ നമ്മുടെ അതിക്രമങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്റെ അതിക്രമങ്ങൾക്ക് അവന്റെ ക്രൂശിലൂടെ പരിഹാരം ലഭിച്ചു. അവന്റെ മരണത്തിലൂടെ എന്റെ പാപത്തിന് സമ്പൂർണ്ണ മരണം, സമ്പൂർണ്ണ പരിഹാരം ലഭിച്ചു. അവന്റെ ഉയർപ്പിലൂടെ ദൈവസന്നിധിയിൽ എനിക്ക് നീതീകരണം കിട്ടി. സ്തോത്രം. ആ പുരുഷന്റെ കീഴിൽ നാം സുരക്ഷിതരല്ലേ? ഞാൻ ഓർക്കുക, ആ പുരുഷൻ, ആദ്യത്തെ പുരുഷൻ ഭാര്യ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇവള് നീ എന്താണ് പാപം ചെയ്തെന്ന് ചോദിച്ച ഉടനെ എന്തോ പറഞ്ഞേ? നീ എന്റെ കൂടെ ഇരുത്താൻ തന്നതല്ലേ? ഇവളെന്ത് ചെയ്തു? അത് പറിച്ചു, ഇത് പറിച്ചു. അവളോട് ചോദിച്ചപ്പോഴാണല്ലോ പാമ്പ് അത് ചെയ്തു, ഇത് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഗെത്സമന തോട്ടത്തിൽ മറ്റേ പുരുഷൻ, ഏത് പുരുഷൻ? നമ്മൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്നത് നമ്മുടെ കർത്താവ് എന്താ പറയുന്നത്? എന്നെ ആകുന്നു തിരിയുന്നെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ, ഞാൻ ഇവർക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ക്രൂശിൽ ഇറങ്ങി വന്നവനാ. എന്നെ മാത്രം ഞാൻ ഓർക്കുക, അപ്പ് എടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് പറയാ, ഇനി ഞാൻ മുന്തിരിയുടെ വള്ളി, ആ പെസക കഴിക്കുന്ന സമയത്താ പറയുന്നത്, ഞാൻ മുന്തിരി വള്ളിയുടെ അനുഭവം ഇനി കുടിക്കത്തില്ല. എന്നിട്ട് തന്റെ ശരീരം പോലെ അത് കണക്കാക്കിക്കൊണ്ട് ആ അപ്പ് എടുത്തിട്ട് അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയാ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. ഞാൻ ഈ ശരീരവുമായിട്ട് ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് തരാനായിട്ട്, സ്വർഗത്തിലെ അപ്പമായിട്ട് ഞാൻ ലോകത്തിലേക്ക് വന്നതാണ്. ഇത് വാങ്ങി തിന്നോളാനായിട്ട് ആരോട് പറയാ? തന്റെ ശിഷ്യന്മാരോട് ആവശ്യം. വാസ്തവത്തിൽ അത് തിന്നവരെല്ലാം ജീവിച്ചിട്ട് ഇന്ന് നമ്മൾ ഈ സത്യത്തെ ഇങ്ങനെ വിളിച്ചു പറയുവാൻ നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ട ധൈര്യം അവൻ നമുക്ക് തന്നതായിരിക്കുന്ന ക്രൂശിൽ വാങ്ങിച്ചു തന്ന ധൈര്യമല്ലേ? ആ ധൈര്യം എന്നുള്ളത് കേവലം ലൗകികമായിരിക്കുന്ന ഒരു ധൈര്യം മാത്രമല്ല. എന്റെ ഉറപ്പെന്താ? ഞാൻ ഇന്ന് മരിച്ചാലും ജീവിക്കും. സ്തോത്രം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്റെ പ്രാപ്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നൊന്നല്ല. പക്ഷെ പ്രാപ്തനാക്കുവാൻ, ശക്തനാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവന്റെ പുത്രൻ നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നത്. അവൻ എന്നെ ഉയർപ്പിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിലായിരിക്കുക. ആ ദൈവപുത്രനെ സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, ആ ദൈവപുത്രനിലൂടെ എനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ, പുത്രനെ തന്ന പിന്നെ എന്താ തരാൻ പറ്റാത്ത? ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഫിലിപ്പി ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ആവശ്യം ചോദിക്കാതിരിക്കുമ്പോൾ സ്തോത്രത്തോടെ അറിയിക്കണമെന്ന് അവർ എഴുതി. ഈ നിന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. എൻ്റെ ചോദ്യം, സത്യത്തിൽ അവൻ തൻ്റെ പുത്രനെ നമുക്ക് തന്നു, നീ എന്തോ ചോദിക്കാനാണ് നമുക്കുള്ള? ഒന്നുമില്ല. ഉണ്ടോ? തൻ്റെ പുത്രനെ നമുക്ക് തന്നെങ്കിൽ റോമാലേഖനം പറയാ, അതോടുകൂടെ സകലവും തരാതെ മാത്രമല്ല ഇനി മരണത്തിനോ ജീവനോ വാളിനോ മറ്റ് യാതൊന്നും ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയ ഒരു സംരക്ഷണം നമുക്ക് തന്ന ഇത്ര ശ്രേഷ്ഠനായിരിക്കുന്ന ഈ ദൈവത്തെ നാം എത്രമാത്രം സ്നേഹിക്കണം. എനിക്ക് വേണ്ടി ജീവൻ തന്നെ എന്നെ വീണ്ടെടുത്ത് എനിക്ക് സ്വർഗത്തിലൊരു അവകാശം നേടിത്തന്നു. നിത്യത മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള അവകാശം നേടിത്തന്നു. ഈ നേടിത്തന്നവരോടുള്ള കടപ്പാട് നമ്മൾ എങ്ങനെ കാണിക്കും? ഞാൻ പറയട്ടെ, അവരോട് നന്ദി കാണിക്കാനുള്ള ഏറ്റവും മാർഗമെന്ന് പറയും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. ഞാനിത് പറയുമ്പോഴും എൻ്റെ പ്രാപ്തിക്കേട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ആ പ്രാപ്തിക്കേട് വിളിച്ച് പറയാനായിട്ടുമല്ല ഞാൻ ഈ പ്രസംഗം വേണം. എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായത്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ശരണപ്പെടാം. ഈ വചനം ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യം. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.